ഹായ്, ഇതെല്ലാണ്ട് സുഹൃത്തുക്കളെ വിശേഷം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്നുമല്ല, ഇസ്മായി എൻ്റെ ഒരു ചെറിയൊരു ബൈറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, എൻ്റെ സൗഹൃദ വലയങ്ങളിൽ നമുക്ക് ആദ്യ കാലങ്ങളിൽ 10-15 ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. ഓക്കെ, ആ ഫ്രണ്ട് സർക്കിളിൽ നാട്ടിലെ സർക്കിൾ കേട്ടോ ഉണ്ടായിരുന്നു. ആ സർക്കിളിൽ ഇപ്പോൾ ചുരുങ്ങിയത് ഇപ്പോൾ 5-6 ആൾക്കാരെ ഇപ്പോൾ നമ്മൾ കറൻ്റ് ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ബാക്കിയുള്ള എല്ലാവരും പല രാജ്യങ്ങളിലാണ്, പല വർക്കുകളിലാണ്, പല തിരക്കുകളിലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്നായാലും ഇൻസ്റ്റഗ്രാമിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു വാച്ച് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇപ്പോൾ 1K അല്ല, 40K അല്ല, 50K ആൾക്കാർ വരെ ഉണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ. പക്ഷെ എനിക്ക് ആ കിട്ടുന്ന വാച്ച് അവർ കാര്യങ്ങൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കൂടി മെച്ചപ്പെടും. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നല്ല സപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് ഇനിയും മാറുന്നുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ ഈ ബ്രിഡ്ജിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ മാത്രം ഒരു ആഗ്രഹമല്ല, 2 നാടുകൾ തമ്മിലുള്ള ആഗ്രഹങ്ങൾ. ഒരേ പഞ്ചായത്തിലെ 2 ഏരിയകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഏക മാർഗ്ഗമാണ് ഇപ്പോൾ ഈ പാലം. നമുക്കിവിടെ കൂട്ടായി പാലമുണ്ട്. അതിനു മുമ്പ് വന്ന അരിക്കാഞ്ചിറ പാലം, അതേപോലെ പരിയാപുരം പാലം, ഈ 2 പാലങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളുമില്ല. നമ്മൾ കൂട്ടായി പാലം, അതൊക്കെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കൂട്ടായി പാലം എന്ന് പറയുന്ന പാലം, മംഗലം പഞ്ചായത്തിലെ കൂട്ടായി പാലം വരുന്നത്. ഇപ്പോൾ ആ പാലത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താ? മണലെടുക്കുന്ന ആൾക്കാരുടെ അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അവർ മണലെടുത്ത് ആ ഏരിയ എന്താട്ടി, ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം വളഞ്ഞുപോയി. അത് കണ്ടിപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ട് ഇപ്പോൾ പുറത്തൂർ അഴിമുഖം, ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള 18-ാം വാർഡ്, 8-ാം അങ്ങനത്തെ ആൾക്കാർ, ഈ വാർഡിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യങ്ങൾക്ക് ഒന്നിപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന പല ആൾക്കാരുകളുണ്ട്. അവരൊക്കെ മംഗലം പാലത്തിനെ ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് മംഗലം പാലം ക്ലോസ് ചെയ്ത് ഇപ്പോൾ കറൻ്റ് നമ്മുടെ നാട്ടിന് ഇപ്പോൾ ആകെ ആശ്രയമായിട്ടിരിക്കുന്നത് ഈ ഒരു പാലമാണ്. പക്ഷേ ഈ പാലം കറൻ്റ് ഓപ്പൺ ആയിട്ടില്ല. കാരണം പല കാരണങ്ങളുണ്ടാവുമല്ലോ, പല റീസൺസുകളുണ്ടാവും, പല കാരണങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ മംഗലം പാലം അടച്ച കാരണം ഇപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാണ്. ഈ മംഗലം പാലം അടച്ചു. ഈ മംഗലം പാലത്തിൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ ആൾക്കാർ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അരിക്കാഞ്ചിറ മീൻസ് ഒരു 2 കിലോമീറ്റർ കൊണ്ട് എത്തിയിരുന്ന ഒരു റോഡ് ഇപ്പോൾ ഏകദേശം 10-15 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി, 20 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാലം ഓണാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, 2 നാട്ടുകാരും അവിടുത്തെ ജനങ്ങളും സഹകരിച്ചേ പറ്റുള്ളൂ. സഹകരണം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവരെ, മുസ്ലിം കോൺഗ്രസ് കൊണ്ടുവരെ, BJP കൊണ്ടുവരെ ഒന്നുമല്ല. 2 നാടുകൾക്കും ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പാലം വന്നേ തീരുള്ളൂ. ഇതിലൂടെ പോകാനും യാത്ര ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ പാലം ഓണല്ല. ഇതിവിടെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള കാൽനടക്ക യാത്രക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് റോഡിൻ്റെ വർക്ക്, അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിൽ വരാനുള്ളതുണ്ട്, കുറേ ആൾക്കാരെ ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ പൊതുവെ കാരണം വെച്ചാൽ ഒരു റോഡാണ്, പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതൊക്കെ വാട്ടവർ അതതിൻ്റെ രീതിക്ക് നടക്കട്ടെ. ബട്ട് ഇത് ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാവരും ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇതിലുള്ള ഇപ്പോൾ ഈ 2 ഈ പാലങ്ങളുടെ ഇപ്പോൾ ഈ നായർത്തോട് പാലത്തിൻ്റെ പണി 95% കംപ്ലീറ്റ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് ടാറിങ് വർക്കുകളുണ്ട്. പിന്നെയുള്ളത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് പെൻഡിങ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കറൻ്റ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ സ്വാധീനത്തിൽ ചെയ്യുന്നതല്ല. 2 നാട്ടുകാർക്കും വേണ്ടിയിട്ട് ജനങ്ങളും നാട്ടുകാരും കൂടി സഹകരിച്ച് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണിത്. ഇതിലിപ്പോൾ അപ്രോച്ച് റോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കാവിലക്കാട് ഭാഗത്തായിട്ടുള്ള റോഡ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നായരത്തോടുക്കുള്ള റോഡില്ല. അപ്പോൾ ഒരു വയസ്സായൊരു
ഒരാളെ കണ്ട് ഞാൻ, ആൾ പറയാണ് ഒരു കോണി ഇട്ടിട്ടുണ്ട്, ആയിക്കൂടെ നടന്നു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ഗതച്ചിട്ട് ആകെ വയ്യാണ്ടായി. ആ പാവാണ് ആ പോകുന്നത്. ഈ പറഞ്ഞ ആളാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത് പാവം. ഞാൻ ആളായിട്ട് സംസാരിച്ചു, ആൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇടങ്ങാറില്ല എന്നൊക്കെ ആൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നാട്ടുകാർ സഹകരിച്ച് കഴിഞ്ഞാലേ ഇതിൽ മാക്സിമം 100% ആയിട്ടുള്ള ഒരു റിസൾട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ഏരിയയിലുള്ള നാട്ടുകാരെല്ലാവരും സഹകരിച്ച് എല്ലാവരും ക്ലിയർ ആയിരിക്കുന്നുണ്ട്. പക്ഷേ കാവിലക്കാടുള്ള ഭാഗത്തിൽ എന്തൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ഒന്നും അറിയാത്തത് കൊണ്ട് അറിയില്ല. അപ്പോൾ ആ നാട്ടുകാർ സഹകരിച്ച് കഴിഞ്ഞാലാണ് ഇനി നമ്മളുടെ ഈ വർക്കുകളും കാര്യങ്ങളും എല്ലാം ക്ലിയറായി പോയിട്ട് ജനങ്ങൾക്ക് ഇതിലൂടെ യാത്ര ചെയ്യാനും ഒന്നും ചിന്തിക്കേണ്ടത് ആ നാട്ടുകാർ ചിന്തിക്കുന്നത് മക്കൾക്ക് സ്കൂളിൽ പോകാനും മറ്റുള്ള ആൾക്കാർക്കും അവരെ ഓഫീസ് കാര്യങ്ങൾക്ക് പോകാനും എല്ലാം ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ആശ്രയിക്കാൻ പോകുന്ന പാലതാണ്. കാരണം നമ്മൾ ഇനി കൂട്ടായി പാലത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. മീൻസ് മംഗലം പഞ്ചായത്തിലെ ഈ പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഇതിലൂടെ തന്നെ ആയിരിക്കും ഇനി എല്ലാ യാത്രകളും കാര്യങ്ങളും ചെയ്യാം. തിരൂരിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് വഴികളുണ്ട്, നമുക്ക് വേറെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പോവാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ കാര്യത്തിനും ഉഷാറാവും. കാരണം വെച്ചാൽ ഞാനൊക്കെ ഇപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു 5 കിലോമീറ്റർ കറങ്ങേണ്ട ആ ഭാഗത്ത് ഇപ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം മിനിമം ചുരുങ്ങിയത് കറങ്ങേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലത് വരട്ടെ.